ഈ വാച്ച് ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ സ്വർണ്ണം വെച്ചിട്ടുണ്ട് പറഞ്ഞു. 17 ജ്വൽസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്വർണ്ണമാണ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് നടന്നിട്ടുണ്ട്. അതിന് മുന്നേ ഞാനും വിശ്വസിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇത് HMT എന്ന കമ്പനിയുടെ കോഹിന്നൂർ എന്ന് പറഞ്ഞ മോഡലാണ്. HMT എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനിയാണ്. അതിൻ്റെ കോഹിന്നൂർ എന്ന് പറയുന്ന മോഡലാണിത്. അപ്പോൾ ഇത് ഹാൻഡ് വൈൻഡിങ് വാച്ചാണ്. അതായത് ഇതിന് പ്രത്യേകിച്ച് ബാറ്ററിയോ സോളാറോ അങ്ങനത്തെ പവർ കയറുന്ന വേറെ സംഭവങ്ങളൊന്നുമില്ല. കൈകൊണ്ട് തിരിക്കണം. നമ്മളൊരു പ്രാവശ്യം ഫുള്ള് തിരിക്കുകയാണെങ്കിൽ 24 hours ഇതിന് പവർ കിട്ടും. അങ്ങനെയാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വർക്കിംഗ് ആണ്. സെക്കൻഡ് സ്വിച്ച് നീങ്ങാണ്. ഇത് വർക്കിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ 17 ജ്വൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ സ്വർണ്ണമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ സ്വർണ്ണമല്ല, രത്നങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ മുന്നേ വെച്ചിരുന്നത്. ഒറിജിനൽ രത്നങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നത്. പിന്നെ അത് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് അവർ കൃത്രിമമായിട്ടുള്ള സ്റ്റോണുകൾ വെക്കൽ തുടങ്ങി. അതെന്തിനാ വെച്ചാൽ 17 ഭാഗങ്ങളിൽ, അതായത് ഈ വീല് കറങ്ങുന്ന 17 ഭാഗങ്ങളിൽ അതിൻ്റെ തേയ്മാനം കുറക്കാൻ വേണ്ടിയിട്ട് സ്റ്റോണുകൾ വെച്ചിരുന്നു. അങ്ങനെയാണ് 17 ജ്വൽസ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ. ഈ സ്റ്റോണ് ഇപ്പോൾ ഉള്ള സ്റ്റോണുകൾ റേറ്റ് കുറവാണ്. അതായത് വാച്ചിനും അപ്പോൾ റേറ്റ് കുറവായിരിക്കും. മുന്നുള്ള റേറ്റ് അത് ഒറിജിനൽ സ്റ്റോൺ ആയിരുന്നു. ഇത് റേറ്റ് കുറഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോഴില്ല, 1970 മുതലാണ് ഈ സംഭവം വന്നിരുന്നത്. 2010 വരെയാണ് ഈ ഒരു മോഡൽ കിട്ടിയിരുന്നത്. HMT എന്ന് പറഞ്ഞ കമ്പനി ഇപ്പോൾ വാച്ചുകൾ ഇതൊന്നും ചെയ്യണില്ല. HMT കമ്പനി ഉണ്ട്, HMT ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. വാച്ചുകളൊന്നും അവർ ചെയ്യണില്ല. അപ്പോൾ ഇത് ഒരു ഹാൻഡ് വൈൻഡിങ് വാച്ചാണ്. അതായത് കൈകൊണ്ട് വൈൻഡ് ചെയ്തിട്ടുള്ള വാച്ചാണ്. വേറെ പവറോ അല്ലാതെ ബാറ്ററി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനില്ല. 24 hours ഇത് കിട്ടും. ഒരു പ്രാവശ്യം ഫുള്ള് വൈൻഡ് ചെയ്താൽ 24 hours കിട്ടും. അങ്ങനെയാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കുറേ HMTയുടെ തന്നെ കുറേ മോഡൽ വാച്ചുകൾ ഉണ്ട്. അതിൽ ഒരു മോഡലാണ് കോഹിന്നൂർ എന്ന് പറഞ്ഞ സംഭവം. ഇതിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അത്രയും മുന്നേ തന്നെ ഇതിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഇതിന് ഷോക്ക് റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഇത് നിലത്ത് വീണാലും ഇതിൻ്റെ വീലുകൾക്ക് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഷോക്ക് റെസിസ്റ്റൻ്റ്. ഇത് ഇന്നത്തെ കാലത്ത് ഈ സംഭവം ഡിസ്കണ്ടിന്യൂഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രീ ഓണർ മാർക്കറ്റിൽ 2000 രൂപ മുതൽ 5000 രൂപ വരെ വില ഉണ്ട്. ഇത് സംഭവം ഇപ്പോൾ കിട്ടണില്ല. ഇപ്പോൾ ഉള്ളവരുടെ കയ്യിൽ ഉണ്ടാവും. അതായത് പുതിയ സംഭവങ്ങൾ നമ്മൾ ഈ വാച്ച് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ റേറ്റ് ഇതിനുണ്ടാവും. ഇതിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ്. അതായത് ഇതിൻ്റെ ഫിനിഷിങ്ങും അതായത് ഇതിൻ്റെ ഒറിജിനൽ പാർട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ HMTയുടെ തന്നെ കേസാണിത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഈ സംഭവം വരുന്നത്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്വർണ്ണം കാര്യങ്ങളൊന്നുമില്ല. പണ്ട് ഞാനും വിശ്വസിച്ചിരുന്നു ഇതിൻ്റെ ഉള്ളിൽ സ്വർണ്ണമായിരിക്കും എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല, ഇതിൻ്റെ ഉള്ളിൽ ഈ സംഭവങ്ങളാണ് ഉള്ളത്. അത്രേ ഉള്ളൂ.